തൻ്റെ ജോലിസ്ഥലത്തും സുഹൃത്തുക്കളുടെ ഇടയിലും പൊതു ഇടങ്ങളിലും വേണ്ടത്ര ബഹുമാനവും അംഗീകാരവും കിട്ടാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? തൻ്റെ വാക്കുകളിലൂടെ മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കാനും തൻ്റെ ആശയങ്ങളെ അണുവിട തെറ്റാതെ മറ്റുള്ളവരിൽ എത്തിക്കാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഒരു ബിസിനസ്സുകാരനെ ബ്രാൻഡാക്കുന്നതും ഒരു നേതാവിനെ ജനപ്രിയനാക്കുന്നതും സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്നതും ആയ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അതിശക്തമായ 2 മനഃശാസ്ത്ര ടെക്നിക്കുകൾ കൂടെ ഉൾപ്പെടുത്തുന്നു. ഇത് നിങ്ങളിൽ വലിയ ഒരു മാറ്റത്തിന് വഴിവെക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമുക്ക് ആശയവിനിമയത്തിൻ്റെ അതിശക്തവും ഫലപ്രദവുമായ ടൂൾ ആയ ആക്റ്റീവ് ലിസണിംഗ് എന്ന വിഷയത്തെ അനാവരണം ചെയ്യാം. ശ്രദ്ധാപൂർവം മറ്റുള്ളവരെ കേൾക്കാൻ കഴിയുന്ന ഒരാൾക്ക് മികച്ച ഒരു കമ്മ്യൂണിക്കേറ്റർ ആവാൻ കഴിയും. 70-30 റൂൾസിനെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ സംസാരത്തിൻ്റെ 70% കേൾക്കുകയും 30% മാത്രമേ സംസാരിക്കാനും പാടുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരാൾ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വാതോരാതെ മറ്റൊരാളോട് പറയുകയും മറ്റേയാളെ തീരെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്താൽ എന്തുണ്ടാവും? അതെത്ര ബോറായിരിക്കും അല്ലേ? ഇത്തരം ആളുകൾ നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടോ? കമൻറ്റ് ചെയ്യുക. ആക്റ്റീവ് ലിസണിംഗ് ആശയവിനിമയത്തിൻ്റെ നട്ടെല്ലാണ്. ഭൂരിഭാഗം ആളുകളും തന്നെയും തൻ്റെ കാര്യത്തെയും മറ്റുള്ളവർ കേൾക്കണമെന്ന് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്കറിയുമോ, ഒരു വ്യക്തിയെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുമ്പോൾ അവരുടെ ബ്രെയിനിൽ സന്തോഷത്തിൻ്റെ ഹോർമോണായ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ആവുന്നു. സംസാരിക്കുന്ന ആളിൻ്റെ കണ്ണുകളിൽ നോക്കി ചെറുതായി തലയാട്ടിക്കൊണ്ട് അവരെ കേൾക്കുന്ന സമയം അവർക്ക് നിങ്ങളോട് വലിയ ആദരവും ബഹുമാനവും തോന്നും. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വലിയ ഒരിടം തന്നെ ഉണ്ടായിരിക്കും. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില തെറ്റുകൾ വരുത്താറുണ്ട്. വേണ്ടത്ര കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൻ്റെ കാരണം. ഒരാൾ തന്നോട് പ്രധാന കാര്യം പറയുമ്പോൾ ഫോണിലേക്ക് നോക്കുക, കണ്ണ് വെട്ടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക, അസ്ഥാനത്ത് വാക്കുകൾ പറയുക. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നത് വളരെ ആഴത്തിൽ ഘട്ടം ഘട്ടമായി പഠിച്ചെടുക്കേണ്ട ഒരു വിഷയമാണ്. ചെറിയ ചെറിയ ടിപ്സ് പഠിച്ചെടുത്ത് നമുക്ക് ഈ വിഷയത്തിൽ മാസ്റ്റർ ആവാൻ കഴിയും. അടുത്ത വീഡിയോയിൽ നമുക്ക് ബോഡി ലാംഗ്വേജ്, ഔട്ട്ഫിറ്റ്, ഫസ്റ്റ് ഇംപ്രഷൻ എന്നീ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ വാഗ്ദാനം നൽകിയ 2 ശക്തമായ മനഃശാസ്ത്ര തന്ത്രങ്ങൾ മനസ്സിലാക്കാം. എക്കോ ടെക്നിക് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു വ്യക്തി നിങ്ങളോട് ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താനോ ഉപദേശം നൽകാനോ ശ്രമിക്കരുത്. കാരണം ആ സമയത്ത് അവർക്ക് വേണ്ടത് അവരെ കേൾക്കാനുള്ള ഒരു ആളെയാണ്. അവരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അവരുടെ സംസാരത്തിലെ അവസാന പദങ്ങൾ ചേർത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക. ഉദാഹരണത്തിന്, ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നു, എൻ്റെ ഈ ദിവസം വളരെ സങ്കടം നിറഞ്ഞതായിരുന്നു. നിങ്ങൾ തിരിച്ചു ചോദിക്കുക, അതെയോ, സങ്കടം നിറഞ്ഞതായിരുന്നോ? അതെന്താണ്? ഇത് നിങ്ങൾ അവരെ നന്നായി കേൾക്കുകയാണ് എന്ന ഫീൽ ഉണ്ടാക്കുകയും അവർക്ക് നിങ്ങളോട് വലിയ അടുപ്പം തോന്നുകയും ചെയ്യും. അടുത്ത തന്ത്രമാണ് ഇമോഷണൽ മിററിംഗ്. ഒരു വ്യക്തിയുടെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞ് തൻ്റേതെന്നോണം പ്രതിഫലിപ്പിക്കുന്ന തന്ത്രമാണിത്. എങ്ങനെയെന്നാൽ, ഒരാൾ ദുഃഖത്തിലോ സന്തോഷത്തിലോ ഇരിക്കുമ്പോൾ അവരുടെ മുഖഭാവങ്ങൾ, ശരീരഭാഷ, ശബ്ദമാറ്റങ്ങൾ ഇവ നിരീക്ഷിച്ച് നമ്മുടെ പ്രതികരണങ്ങളിലും അത് പ്രതിഫലിപ്പിക്കുക. ഉദാഹരണമായി, നിങ്ങളുടെ സുഹൃത്ത് വിഷമത്തോടെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ വളരെ ഗൗരവഭാവത്തോടെ അത് കേൾക്കുകയും അതേ വികാരം പ്രകടിപ്പിക്കുകയും ചെയ്യുക. ഇത് നല്ല ആത്മബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വളരെ ഫലപ്രദമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളെയും സ്ഫടിക സമാനം തിളക്കമാർന്നതാക്കാനും നിങ്ങളെ ആരെയും ആകർഷിപ്പിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയാക്കാനും ഉതകുന്ന പുത്തൻ ആശയങ്ങളുമായി നമുക്ക് വീണ്ടും ഒരുമിക്കാം.